ഈ വർഷത്തെ ആദ്യത്തെ സാമിക്കഞ്ഞാട്ടോ കുടിക്കാൻ പോകാനായിട്ട് റെഡി ആയപ്പോഴത്തേക്കും കിച്ചുവിന് വയ്യ, ഭയങ്കര നിർബന്ധം. അവൻ കാണാതെ എങ്ങനെയെങ്കിലും മോളിൽ പോയി തുണി വിരിച്ചതാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവൻ എന്നെ കണ്ടുപിടിച്ചു കേട്ടോ. പെരയ്ക്കകത്ത് നടക്കുന്ന വഴിയിലെല്ലാം എന്തെങ്കിലും നിരത്തിയിടും. അപ്പോൾ ഈ സൈക്കിൾ പമ്പ് അങ്ങോട്ട് നീക്കിയിട്ട് അപ്പോൾ അത് താഴെ വീണ ശബ്ദം കേട്ടാണ് അവൻ എന്നെ കണ്ടുപിടിച്ചത് കേട്ടോ. എന്തായാലും പുറകെ ഒന്ന് വരാൻ നോക്കി. ഞാൻ പിന്നെ കുറച്ചൊക്കെ പറഞ്ഞൊക്കെ പേടിപ്പിച്ച്, വെയിൽ കൊണ്ടാ ബുദ്ധി പോകും മോനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര വെയിൽ. അപ്പോൾ മൂത്തോരടിച്ചപ്പോൾ നല്ല വെട്ടം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഉറച്ചൊരു പാട്ടൊക്കെ പാടി കേട്ടോ. പാട്ട് കേട്ടപ്പോഴത്തേക്കും കിച്ചു പിന്നെ വിളി തുടങ്ങി. വേഗം ഞാൻ ഉണങ്ങിയ തുണി ഒരു ബക്കറ്റിലൊക്കെ എളുപ്പം ഇങ്ങനെ ഇറങ്ങി പോയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കഞ്ഞി കുടിക്കാൻ പോലെ ഒരു റെസ്പെക്റ്റ് ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഷോളൊക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ ഷോളൊക്കെ ഇട്ട് പൊട്ടക്കത്തൊട്ട് ചന്ദനൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കണ്ണാടിയൊക്കെ വെച്ച് പിള്ളേർ റെഡി ആയിട്ട് വന്നു കേട്ടോ. ഈ ഇരിക്കുന്ന കൊച്ചിറക്കനുണ്ടല്ലോ, തീരെ വയ്യ, വയറുവേദന എടുത്തിട്ട് പൊളയും. അപ്പോൾ ഞാൻ ഇച്ചിരി കഞ്ഞി ഇങ്ങനെ ഇച്ചിരി കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സൈക്ലോപ്പ് നമുക്ക് കൊടുത്തിട്ട് കൊണ്ടുപോയത്. പക്ഷെ കൊണ്ടുപോകുന്നില്ല, അവനൊന്നും കഴിച്ചില്ല, ഒട്ടും കുടിച്ചില്ല. എനിക്ക് ഈ കഞ്ഞി അസ്ത്രമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ പപ്പടവും മാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അവനൊന്നും കുടിച്ചില്ല. ചെറിയ ചൂട് കൊള്ളുന്നുണ്ട്. ഞാൻ പിന്നെ പാരസെറ്റമോൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ചന്തയ്ക്ക് പോയി. അപ്പോൾ അവിടുത്തെ 200 രൂപ ഞാൻ ഏറ്റവും കാർഡിൽ നിന്ന് വലിച്ച് എടുത്തപ്പോഴത്തേക്കും, ഏറ്റവും കാർഡിൽ നിന്ന് ഏറ്റവും കൗണ്ടറിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴത്തേക്കും കീറിപ്പോയത് കേട്ടോ. അത് പിന്നെ ഒരു ബ്രാഞ്ച്, നമ്മുടെ SBIയുടെ ബ്രാഞ്ചിൽ കൊടുത്തിട്ട് മാറാൻ കൊടുത്തതാണ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.